കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിക്കൻ ഫായിത്ത സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ഫായിത്ത ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കാസ്റ്റ് അയണിൻ്റെ ഏതെങ്കിലും ഒരു പാൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചിക്കൻ ഫായിത്ത തയ്യാറാക്കുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്തിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ചിക്കൻ മുഴുവനും ഇതുപോലെ വെള്ള കളറായിട്ട് വരും. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പപ്രിക പൗഡർ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആയാലും മതി. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. ഈ പൊടികളെല്ലാം ചേർത്തിട്ട് ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സോസ് ചേർക്കാം. ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ചില്ലി സോസാണ് ചേർക്കുന്നത്. ചില്ലി സോസ് ഇല്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണിലും കുറവായിട്ട് ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ഇതിങ്ങനെ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത പൊടികളും സോസും ഒക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം നേരിയതായിട്ട് നീളത്തിലരിഞ്ഞത്, അതുപോലെ ഒരു റെഡ് ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ മാത്രമേ കയ്യിലുള്ളെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. അതുപോലെ ഒരു തക്കാളി അതിൻ്റെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതും നേരിയതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മുടെ ചിക്കനിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് വരെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്രീമാണ്. ഞാനൊരു 1/3 കപ്പ് വരെ ക്രീം ചേർക്കുന്നുണ്ട്. ഞാൻ കുക്കിംഗ് ക്രീമാണ് ചേർത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിലും ചേർക്കാം. ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബ്രെഡിൻ്റെയും മുകളിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് അല്ലെങ്കിൽ മയോണൈസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് നല്ലോണം വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും സാൻഡ്വിച്ചിന്. മുകളിൽ ഞാനൊരു ചീസ് സ്ലൈസ് വെക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ബ്രെഡ് കൊണ്ട് കവർ ചെയ്യുക. അതിനുശേഷം ഞാൻ കുറച്ച് ബട്ടർ മുകളിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പാനിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ബട്ടർ ബ്രഷ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് താഴെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടി നമുക്ക് ബട്ടർ നല്ലതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഗീ ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാനിവിടെ ഗ്രിൽ പാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ പാൻ വെച്ചിട്ട് ചെയ്താലും മതി. എല്ലാം ഒരുപോലെ തന്നെ. ഗ്രിൽ പാനാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ചീസൊക്കെ മെൽറ്റായി ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇളകി പോവാതെ നമുക്ക് കിട്ടും. ഞാൻ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് 2 ഭാഗവും നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്